ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതോടെ പെരിയാറിലും ഭാരതപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നു. ആലുവ ക്ഷേത്രം പകുതിയോളം വെള്ളത്തിനടിയിലാണ്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ പറവൂർ കോട്ടുവള്ളിയിൽ വീട് തകർന്നു. കുന്നത്തുനാട് വില്ലേജിൽ വീടിന് മുന്നിലേക്ക് മണ്ണിടിഞ്ഞു വീണു. അതേസമയം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. പെരിയാർ നദി നിറഞ്ഞു കവിഞ്ഞൊഴുകിയതോടെ ആലുവ മണപ്പുറം മുങ്ങി. ആലുവ ശിവക്ഷേത്രം ഭാഗികമായി വെള്ളത്തിനടിയിലായി. എറണാകുളം ജില്ലയുടെ പലയിടങ്ങളിലും കനത്ത മഴയും കാറ്റിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കല്ലാർകുട്ടി അടക്കമുള്ള ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ തുറന്നതോടെയാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നത്. ആലുവ മണപ്പുറത്തേക്ക് പെരിയാർ നിറഞ്ഞു കവിഞ്ഞൊഴുകി. 7 അടിയോളം വെള്ളമുയർന്നതോടെ ശിവക്ഷേത്രം ഭാഗികമായി മുങ്ങി. ജാസ്തിയായി, ഇപ്പം കൂടുതൽ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല ഒഴുക്കുമുണ്ട്, നല്ലതായിട്ട് പൊങ്ങി. ഭഗവാൻ ആറാടി കഴിഞ്ഞല്ലോ. പുലർച്ചെയോടെ ജലനിരപ്പ് ഉയരുകയായിരുന്നെന്ന് പ്രദേശവാസികൾ. ഏതായാലും ഭക്തജനങ്ങളുടെ ഭക്തി കൊണ്ട് അത് ആരും നീങ്ങി പോകില്ല, ഭഗവാനെ തൊഴിട്ടേ പോകുള്ളൂ. ഈ വെള്ളത്തിൽ സ്പർശിക്കുന്നത് തന്നെ ഒരു പവിത്രമായി നമുക്കൊരു പൂർവ്വജന്മ സുഹൃത്തുമായിട്ടാണ് നമ്മളുടെ വിശ്വാസം. പെരിയാറിന്റെയും മൂവാറ്റുപുഴ ആറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഇന്നു പുലർച്ചെയുമായി പെയ്ത കനത്ത മഴയിൽ എറണാകുളം ജില്ലയുടെ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പറവൂർ കോട്ടുവള്ളിയിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. ഷീബയും അമ്മയും സമീപത്തെ വീട്ടിലേക്ക് മാറിയതിനാൽ മറ്റപകടമുണ്ടായില്ല. കുന്നത്തുനാട് പുളിഞ്ചോട് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന് മുന്നിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വാഴക്കുളം വില്ലേജിൽ കല്ലേലി മൂലയിൽ 3 വീടുകളുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. വീടുകൾക്കും കിണറിനും നാശം സംഭവിച്ചു. ആലുവ തോട്ടക്കാട്ടുകര JCDE റോഡിലേക്ക് മരം കടപുഴകി വീണ് വൈദ്യുതി കമ്പി തകർന്നു. ഭയങ്കര കാറ്റും മഴ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആ മരം ഇടിഞ്ഞു കഴിഞ്ഞ് ലൈൻ കമ്പിയിലേക്ക് വിരിഞ്ഞ് കറണ്ടൊക്കെ പോയി. ഇവിടെ ആകെ അന്ധകാരത്തിലായിരുന്നു. അതുവരെ നേരം വെളുക്കുന്നവരും ഗതാഗത മാർഗം തടസ്സപ്പെട്ടു. കോതമംഗലത്തും വിവിധയിടങ്ങളിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിലവിൽ മഴയ്ക്കൽപ്പം കുറവുണ്ട്. മണികണ്ഠൻ ചപ്പാത്തിലെ ജലനിരപ്പ് താഴ്ന്നു. തീരദേശ മേഖലയിലടക്കം ജാഗ്രത തുടരണമെന്നാണ് മുന്നറിയിപ്പ്. അങ്കമാലിയിൽ മരം വീണ ഫയർ സ്റ്റേഷന്റെ പിൻഭാഗത്തെ ഷെഡ് തകർന്നു. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ 27-ൽ 26 ഷട്ടറുകളും തുറന്നു. തീരദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ വേലൂർ പുലിയന്നൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ഞാറക്കാട്ട് രാമൻ നായരുടെ വീടിനോട് ചേർന്നുള്ള കിണറിന്റെ ആൾമറയും ഗ്രില്ലും മോട്ടോർ പമ്പ് സെറ്റും താഴ്ന്നുപോയി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡാമുകളുടെ ഷട്ടർ ഇനിയും ഉയർത്തിയാൽ പെരിയാർ ഇനിയും നിറഞ്ഞു കവിഞ്ഞൊഴുകും. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.